ഹായ്, ഈ KMTTP എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ദാണ്ട് ഇപ്പോൾ കേട്ടോ. കാലാതൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്റ്റ് അല്ലെങ്കിൽ കോറിഡോർ. സംഭവം നമ്മൾ കുറച്ച് പുറകോട്ട് പോകണം കേട്ടോ. പുറകോട്ടെന്ന് വെച്ചാൽ 1990ക്ക് ശേഷമുള്ള ലുക്ക് ഈസ്റ്റ് പോളിസി എന്ന് പറയുന്ന പോളിസിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാനൊരുങ്ങുന്ന വലിയൊരു പ്രൊജക്റ്റാണിത്. 2008 എഗ്രിമെൻ്റ് സൈൻ ചെയ്യുകയും ശേഷം 2010 കൺസ്ട്രക്ഷൻ ആരംഭിക്കുകയും 2014 കംപ്ലീറ്റ് ആകുമെന്ന് കരുതി ആയില്ല, 2019 കംപ്ലീറ്റ് ആകും എന്ന് കരുതി ആയില്ല, 2021 എന്ന് കരുതി ആയില്ല, ഇതുകൊണ്ട് ഇപ്പോൾ 2024 ആയിരിക്കുകയാണ്. ഇത്ര കാലമായിട്ടും ഗവൺമെൻറ്റുകൾ മാറി മാറി വന്നിട്ടും നമ്മൾ ഡ്രോപ്പ് ചെയ്യാത്തൊരു പ്രൊജക്റ്റാണ്. ഇതൊരു സ്വപ്ന പദ്ധതിയാണ്. സംഗതി എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു യാത്ര പോവാം. യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഇന്ത്യ ഒരു റൂട്ട് നിർമ്മിക്കുകയാണ് കേട്ടോ. അതെന്തിനാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സിലിഗുരി കോറിഡോർ എന്ന് കേട്ടിട്ടുണ്ടാവും. ചിക്കൻ സ്നെക്ക് നമ്മുടെ മെയിൻലാൻഡ് ഇന്ത്യയെ നോർത്ത് ഈസ്റ്റേൺ റീജിയനുമായിട്ട് കണക്ട് ചെയ്യുന്ന നാരോവസ്റ്റ് ആയിട്ടുള്ളൊരു റീജിയനാണ്. അപ്പോൾ ഈ സ്ഥലം ഏതെങ്കിലും കാരണവശാൽ ഈ വഴി തടസ്സപ്പെട്ടാൽ മെയിൻലാൻഡ് ഇന്ത്യയിൽ നിന്നും നോർത്ത് ഈസ്റ്റേൺ റീജിയനിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ നമുക്ക് നോർത്ത് ഈസ്റ്റേൺ റീജിയനിലേക്കുള്ള നമ്മുടെ ആക്സസ് നഷ്ടപ്പെടും. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ബാക്കി നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ പറയേണ്ടതില്ലല്ലോ. ബംഗ്ലാദേശ് വഴി പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലവിലുള്ളതുപോലെ ഒരു മോശപ്പെട്ട സാഹചര്യമാണ് ബംഗ്ലാദേശിൽ ഉള്ളതെങ്കിൽ നമ്മളെങ്ങനെ പോകും? അപ്പോൾ നമുക്ക് മറ്റൊരു വഴി വേണം. ആ വഴിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യയിലെ വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ കൊൽക്കത്ത എന്ന് പറയുന്ന പോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബേ ഓഫ് ബംഗാൾ വഴി നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഈ യാത്ര ചെന്ന് അവസാനിക്കുന്നത് മ്യാൻമർ എന്ന് പറയുന്ന നമ്മുടെ നെയ്ബറിൻ്റെ സിത്വേ എന്ന് പറയുന്ന ഒരു പോർട്ടിലാണ്. അപ്പോൾ ഈ പോർട്ട് വഴി പിന്നീട് പലത്വ എന്ന് പറയുന്ന ഒരു റീജിയണിലേക്ക് എത്തുന്നു. ഈ പലത്വ എന്ന് പറയുന്ന റീജിയണിൽ നിന്നും നമ്മൾ വീണ്ടും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നു. അപ്പോൾ ഈ പ്രൊജക്റ്റിന്റെ കാലാതൻ എന്ന് പേര് കിട്ടാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സിത്വേ മുതൽ പലത്വ വരെ നമ്മൾ യാത്ര ചെയ്യുന്നത് ഒരു നദിയിൽ കൂടിയാണ്. ഈ നദിയുടെ പേരാണ് കാലാതൻ. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് തിരിച്ചെവിടെത്തുന്നു? മിസോറാമിലെ ലോങ്ലായ് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലെത്തുന്നു. ശേഷം ഈ ഗ്രാമത്തിൽ നിന്നും മിസോറാമിന്റെ ക്യാപിറ്റലായ ഐസോളിലേക്കും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും എത്താനും സാധിക്കും. ഇതിപ്പോൾ ഒരുപാട് വർഷമായിട്ടും ഒരുപാട് പൈസ കൂടുതൽ ചിലവാകുമെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ഡ്രോപ്പ് ചെയ്യാതെ ഈ പ്രൊജക്റ്റുമായിട്ട് മുമ്പോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ചൈനയുടെ ഇൻഫ്ലുവൻസ് ഈ റീജിയണിൽ വല്ലാതെ കൂടി വരികയാണല്ലേ. നേപ്പാൾ അടക്കം, ഭൂട്ടാൻ അടക്കം, ബംഗ്ലാദേശ് അടക്കം, മ്യാൻമർ അടക്കമുള്ള പല സ്ഥലങ്ങളിലും ചൈനയുടെ ഇൻഫ്ലുവൻസ് കൂടി വരുന്നു. ഇത് നമുക്കൊരു അപകടമാവാൻ പാടില്ല. ഉറപ്പായും ചൈനയുടെ ആ ഇൻഫ്ലുവൻസ് ഒന്ന് കണ്ടെയ്ൻ ചെയ്യാനും ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നമ്മളുടെ സൗഹൃദം ഒന്ന് ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന പ്രൊജക്റ്റാണിത്. മാത്രമല്ല, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന്റെ എക്കണോമിക് ഡെവലപ്മെന്റും ഈ പ്രൊജക്റ്റ് വഴി നമ്മൾ മുന്നോട്ട് കാണുവാണ്. അപ്പം അത്തരത്തിൽ വളരെ ശക്തമായി സ്ട്രോങ് ആയി ഇപ്പോൾ റീസെന്റ് സിത്വേ എന്ന് പറയുന്ന പോർട്ട് മ്യാൻമാറിൽ ഇന്ത്യ ഓപ്പറേഷണലൈസ് ചെയ്തിരിക്കുകയാണ്. അത്രയും സ്ട്രോങ് ആയി മംഗളമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രൊജക്റ്റിന് എല്ലാവിധ ഭാവങ്ങളും നേരാം. എത്രയും പെട്ടെന്ന് സാധ്യമാവട്ടെ. അങ്ങനെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ ഒരു വലിയ മുതൽക്കൂട്ടായിട്ട് ഈ പ്രൊജക്റ്റ് മാറട്ടെ. താങ്ക് യു.